നിരന്തരമായ ആക്രമണങ്ങളാണ്. ഞാൻ പറഞ്ഞത് ടി പി കൊല്ലപ്പെടുന്നത് മാത്രമല്ല, ടി പിയുടെ കൂടെ നിന്ന ആളുകളെല്ലാം നിരന്തരമായി ആക്രമിക്കുന്ന ഒരു പ്രവണതയാണ് പറഞ്ഞിട്ടുണ്ടായിട്ടുള്ളത്. CPM ചരിത്രത്തിൽ ഇല്ലാത്ത വിധം ഭയന്നു പോയത് സ്വപ്ന സുരേഷും അതിനിശിതമായ ആക്രമണമാണ് ശരിക്കും പാർട്ടിക്ക് വരുന്നത്. സ്വപ്ന സുരേഷ് പറഞ്ഞത് ഇത് ഒരു സാമ്പിൾ ആണ്, ഇനി വേറെ എന്താണ് ശ്രീരാമകൃഷ്ണൻ കൊച്ചു പിള്ളേരെ പോലെ കൗമാരക്കാരനെ പോലെ പാട്ട് പാടുന്നു, ഇംപ്രസ് ചെയ്യുന്നു. അതായത് നേരത്തെ ശരിക്കും അത് കൈവിട്ടുന്നതിന് മുമ്പ് ഇസ്ലാം മതത്തെ കുറിച്ചോ മുഹമ്മദ് നബിയെ കുറിച്ചോ ഒന്നും മോശമായ പരാമർശങ്ങൾ ആരും നടത്താറുണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പൊ നമ്മളൊന്ന് യൂട്യൂബിൽ എടുത്ത് നോക്കൂ, എത്രത്തോളം മോശപ്പെട്ട പരാമർശങ്ങളാണ് ചില സ്ത്രീകൾ പോലും വന്നത് നടത്തുന്നത്. സാർ, ഇപ്പോ ഒരു പ്രമോദ് കോട്ടുളി, കുറച്ചു മുമ്പ് ഒരു മനു, അപ്പോൾ ഈ പുറത്തേക്ക് CPM നിന്ന് പുറത്താക്കപ്പെട്ടവർ അല്ലെങ്കിൽ പുറത്തേക്ക് പോയവർ, സ്വയം രാജിവെച്ച് പോയവർ, പഴയതുപോലെ ഈ പുറത്താക്കപ്പെട്ടവര് അങ്ങ് പാർട്ടി നിഷ്കരണം പറയുന്നുണ്ടോ? അതേ പാർട്ടി ഭയപ്പെടുന്നത് പോലെ? ഈ പ്രമോദ് കോട്ടൂളിയുടെ സംഭവത്തിൽ പ്രമോദ് കോട്ടൂളിനെ പുറത്താക്കിയതാണ്. പക്ഷെ മനു തോമസ് ഒന്നും പുറത്താക്കിയതല്ല, അവർ ഒഴിഞ്ഞു പോയവരാണ്. പക്ഷെ CPM ഒരു കുഴപ്പം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആളുകൾക്ക് അറിയാത്തൊരു കാര്യം, അവിടെ രാജിവെക്കാൻ സമ്മതിക്കില്ല. എന്ന് പറഞ്ഞാൽ ഞാൻ ഈ പാർട്ടിയിൽ നിന്ന് പിരിഞ്ഞു പോകാനോടൊരു ഓപ്ഷൻ ഇല്ല. സത്യത്തിൽ നിങ്ങളിപ്പോൾ അയ്യപ്പദാസ് പാർട്ടി മെമ്പറാണെങ്കിൽ അയ്യപ്പദാസ് പിരിഞ്ഞു പോകണം എന്ന് പറഞ്ഞാൽ അയ്യപ്പദാസിനോട് പറയും പോകല്ലേ, നിൽക്ക്, ഞങ്ങൾ ചവിട്ടി പുറത്താക്കാമെന്ന് പറയും. അങ്ങനെയാണ് ഇവരുടെ നോർമൽ രീതി എന്ന് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ ഒരു ഫാസിസ്റ്റ് രീതിയാണത്. എന്ന് പറഞ്ഞാൽ ഞാൻ പുറത്തേക്ക് പോകാമെന്ന് പറഞ്ഞാൽ അതിനെ ഒരു പുറത്താക്കൂല, പക്ഷേ ഒരു പുറത്താക്കി എന്ന് പറഞ്ഞിട്ട് നേരെ പണ്ടൊക്കെ നമുക്ക് വാർത്താ ബോർഡൊക്കെ ഉണ്ടായി, DYFIയുടെ ഓർമ്മ ഉണ്ടാവും. ആ വാർത്താ ബോർഡിലൊക്കെ എന്തെങ്കിലും കുറ്റമൊക്കെ എന്ത് ചെയ്യും, എഴുതി വെക്കും. ഇപ്പം പിന്നെ വാർത്താ ബോർഡൊന്നുമില്ല, ഫേസ്ബുക്കിലൊക്കെയാണെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ അയ്യപ്പദാസ് ചോദിച്ചൊരു ചോദ്യം വളരെ പ്രസക്തമാണ്. ഇപ്പം ഈ പ്രദീപ് കോട്ടൂളി എന്ന് പറയുന്നത് പോയതിന് ശേഷം പോലും പാർട്ടി വളരെ സൗമ്യമായിട്ടാണ് പെരുമാറുന്നത്. പ്രമോദ് കോട്ടൂളി നേരത്തെ പാർട്ടി അങ്ങനെ ആയിരുന്നില്ല. കാരണം നേരത്തെയുള്ള കാര്യങ്ങൾ നമ്മൾ എടുത്തു നോക്കിയാൽ ഇപ്പം നേരത്തെ പുറത്താക്കിയ ഒരുപാട് പേരുണ്ട്, പ്രാദേശികമായി പുറത്താക്കിയവരുണ്ട്, അതിലേക്കൊന്നും ഞാൻ കിടക്കുന്നില്ല. ഇപ്പം MV രാഘവനെ പുറത്താക്കിയപ്പോൾ സത്യത്തിൽ MV രാഘവനെ പുറത്താക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ഒരു ആശയപരമായ കാര്യത്തിനാണ് MV രാഘവനെ പുറത്തായത്. അതായത് മുസ്ലിം ലീഗിനെ ഒരു ബദൽ രേഖ കൊണ്ടുവന്ന് മുസ്ലിം ലീഗിനെ കൂടെ നിർത്തണോ ഇല്ലേ എന്നൊക്കെയുള്ള കാര്യത്തിൽ ഒരാശയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അല്ലാതെ MV രാഘവൻ ആരുടെങ്കിലും കൈക്കൂലി മേടിക്കുന്നോ അല്ലെങ്കിൽ പാർട്ടിക്ക് അവമതിപ്പുണ്ടാക്കിയെന്നൊന്നും ആ കാര്യമില്ല. അപ്പൊ അത്തരത്തിൽ ആശയപരമായ ഒരു എതിർപ്പ് MV രാഘവൻ ഉണ്ടായിട്ടും MV രാഘവനെ പുറത്താക്കുമ്പോൾ ഇവർ വെറുതെ അങ്ങോട്ട് പുറത്താക്കുകയല്ല ചെയ്തത്. അത്രയും നാളും SFIയുടെയും DYFIയുടെയും ചാർജ് MV രാഘവനായിരുന്നു. ആ ചാർജുള്ള MV രാഘവനെ സത്യത്തിൽ ഇവരെ കൊണ്ട് തന്നെ തല്ലിക്കാനുള്ള പരിശ്രമമാണ് നടത്തിയത്. കൂത്തുപറമ്പ് വെടിവെപ്പൊക്കെ നടക്കുന്നതും അതുപോലെ പരിയാരം മെഡിക്കൽ കോളേജ് അദ്ദേഹം ഉദ്ഘാടനം ചെയ്യാൻ വരുന്നതിന്റെ ഒക്കെ പിന്നിൽ വലിയ ചരിത്രമുണ്ട്. കാരണം അങ്ങോട്ട് ഇദ്ദേഹത്തെ കൊണ്ടുവരില്ല എന്നുള്ള വാശിയിലായിരുന്നു. ലാസ്റ്റ് ഏറ്റവും അവസാനം ഹെലികോപ്റ്ററിൽ വന്നിട്ടാണ് മുഖ്യമന്ത്രി അത് ഉദ്ഘാടനം ചെയ്തിട്ടൊക്കെ പോകുന്നത്. അല്ല സാർ, ഇത് പറയുമ്പോഴേ സാർ, ഈ പ്രമോദ് കോട്ടൂളിയെ പുറത്താക്കിയതുപോലെ അതിനേക്കാൾ വലിയ നേതാവ് MVRനെ പുറത്താക്കുന്ന സമയത്ത് MVR ഒരു തെറ്റിതിരുത്തൽ പോലെ EMSനെ കാണാൻ പോയ ഒരു കഥയുണ്ട് എന്നുകൂടെ ഉണ്ട്. അല്ല, അതെ, EMSനെ കാണാൻ പോയ ഒരു കഥയുണ്ട്. EMSനെ മോഹം കൊടുത്തില്ല എന്ന് പറയുന്ന കാര്യമുണ്ട്. അതായത് പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയാൽ പിന്നെ അങ്ങോട്ട് ശത്രുക്കളാണ് എന്നുള്ളതാണ്. അതായത് പലപ്പോഴും ഇപ്പൊ ഈ നിങ്ങളുടെ തൊട്ടടുത്തുള്ള കാട്ടാക്കട മുരുകനൊക്കെ മറ്റേ ഉയർച്ച താഴ്ചകൾക്ക് അതീതമായ സ്നേഹമാണ് മാക്സിമം എന്നൊക്കെ എഴുതി നോക്കും. പക്ഷെ പാർട്ടിക്ക് പുറത്താക്കിയവരോട് അങ്ങനെയല്ല ഇവർ പെരുമാറിയിട്ടുള്ളത്. പിന്നെ ഇത് ഇവിടെ മാത്രമല്ല കേട്ടോ, ഞാനിപ്പോൾ പോകുന്നില്ല അങ്ങോട്ട്. റഷ്യയിലാണെങ്കിലും മറ്റ് രാജ്യങ്ങളിലൊക്കെ ആണെങ്കിലും പാർട്ടി പുറത്താക്കിയിട്ടുള്ള ആളുകളോട് പാർട്ടി വളരെ ക്രൂരമായിട്ടാണ് പെരുമാറിയിട്ടുള്ളത്. പിന്നെ അവിടെയൊക്കെ അധികാരം ഉണ്ടായിരുന്നു, ഇവിടെ അതില്ലാത്തതുകൊണ്ട് ഇടി കിട്ടിയിട്ടുള്ളൂ, കൊന്നിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ അങ്ങനെ MV രാഘവൻ MV രാഘവനെ ചെയ്തെന്താ, നിയമസഭയിലിട്ട് പോലും ആക്രമിച്ചു. MV രാഘവൻ ഒരുപക്ഷെ ഇതിനൊക്കെ നേതൃത്വം കൊടുത്തിരുന്ന ഒരാളാണ്. അതായത് ഞാനൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു കാര്യമുണ്ട്. അതായത് MV രാഘവൻ ഒരു കാറിൽ വരുന്നു, അപ്പൊ DYFIക്കാരും മറ്റൊരു രാഷ്ട്രീയ പാർട്ടിക്കാരും തമ്മിൽ സംഘടന നടക്കുകയാണ്. ആ നടക്കുന്ന സമയത്ത് MV രാഘവൻ അവിടെ ഇറങ്ങി മറ്റുള്ളവർ ഇടിച്ചിട്ടുണ്ടെന്നാണ്. അപ്പൊ ഞാൻ പറഞ്ഞത്, അങ്ങനെയുള്ള ഒരാളെ പോലും ഇവർ അങ്ങേയറ്റം ആക്രമിക്കുകയാണ് ചെയ്തത്. ഒരു കാര്യം മനസ്സിലാക്കണം, ആശയപരമായ ഒരു വ്യത്യസ്തത കൊണ്ട് പാർട്ടി വിട്ടുപോയാണ്. അതിനുശേഷം നമ്മൾ കാണുന്ന പാർട്ടി പുറത്താക്കിയത്. രണ്ടാമത്തെ ആരാണ്? ഗൗരിയമ്മയുടെ കേസിൽ പോലും അങ്ങേയറ്റം പ്രകോപനപരമായ പല കാര്യങ്ങളും ഗൗരിയമ്മയുടെ വീടിന്റെ മുമ്പിൽ ചെന്ന് നിന്ന് പ്രസംഗിക്കുകയും അവരെ പ്രകോപിപ്പിക്കുകയൊക്കെ ചെയ്തുകൊണ്ടാണ് ഗൗരിയമ്മനെ പുറത്താക്കിയത്. ഈ ഗൗരിയമ്മനെ പുറത്താക്കുമ്പോഴും നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ഗൗരിയമ്മ ഒരു 6% വോട്ട് പിടിച്ചു. പിന്നെ ഒരു സ്ത്രീ ആയതുകൊണ്ട് അവരെ ശാരീരികമായും അധികം ഉപദ്രവിച്ചില്ല എന്നുള്ളതാണ്. പാർട്ടി പതുക്കെ ഒന്ന് മാറാൻ തുടങ്ങി എന്നുള്ളതാണ് വാസ്തവം. ആ സമയത്ത് JSS എന്ന് പറയുന്ന ഗൗരിയമ്മയുടെ പാർട്ടിയുടെ ആളുകളെയും ഒന്നും പാർട്ടി അത്രത്തോളം ആക്രമിച്ചില്ല. കാരണം UDFിനോട് അവർ ചേർന്ന് നിൽക്കുകയൊക്കെ ചെയ്തു.
പക്ഷേ ഈ സമയത്ത് ഇതിനെതിരെ ഗൗരിയമ്മക്കെതിരെ അന്ന് ഏറ്റവും കൂടുതൽ പ്രവർത്തിച്ചിട്ടുള്ള ബി വിനോദ് എന്ന് പറയുന്ന ഒരു ഏരിയ സെക്രട്ടറി ഉണ്ട്. ഈ ഏരിയ സെക്രട്ടറിയെ പിന്നീട് ഗൗരിയമ്മക്കെതിരെ ഉപയോഗിക്കുകയും പിന്നീട് ഗൗരിയമ്മ ഇദ്ദേഹത്തെ തന്നെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയും ഇദ്ദേഹത്തെ അവിടെ ഇട്ട് അടിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. മനസ്സിലായോ? അപ്പൊ ഇങ്ങനെയുള്ള പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയവരോട് എക്കാലത്തും CPM-ന്റെ സമീപനം ഇതായിരുന്നു. ഞാൻ പറഞ്ഞ വലിയ നേതാക്കളോട്. ഇനി ചെറിയ നേതാക്കളോട് എങ്ങനെയാണ്? മിക്കവാറും ഈ പാർട്ടി കോട്ടകളിൽ അവർക്ക് അരി പോലും കിട്ടൂല. കാരണം കടയിൽ ചെന്ന് ചോദിച്ചാൽ അരി പോലും അവന് കൊടുക്കരുതെന്ന് പറഞ്ഞേൽപ്പിക്കുന്ന നിലപാടാണ്. നികൃഷ്ട ജീവിയായി കഴിഞ്ഞു. അവനൊരു ജോലിയെടുത്ത് ജീവിക്കാൻ സമ്മതിക്കില്ല. അവന്റെ ഭാര്യയെ ഉപദ്രവിക്കും. അല്ലെങ്കിൽ അവർ ഭാര്യയെ ഉപദ്രവിക്കുമെന്ന് പറഞ്ഞാൽ ശാരീരികമായിട്ടല്ല, അവർക്ക് എല്ലാ മാനസിക സമ്മർദ്ദവും തളർത്തുന്ന രീതിയിലേക്ക് പോകും. എനിക്കിപ്പോൾ എറണാകുളത്ത് എനിക്കറിയാം. അതായത് ഞാൻ ആളുടെ പേര് പറയുന്നില്ല. അവരുടെ ഒരു ഏരിയ കമ്മിറ്റി മെമ്പറായിരുന്നു. ഭാര്യക്ക് പബ്ലിക് ലൈബ്രറിയിൽ ജോലി ഉണ്ടായിരുന്നു. ആ ജോലി കളയിപ്പിച്ചു. ഇദ്ദേഹം പല ജോലിക്ക് പോയിട്ട് അതെല്ലാം കളയിപ്പിച്ചു. അതിനുശേഷം ഇദ്ദേഹം P&Tയുടെ ടെലിഫോൺ ഡിപ്പാർട്ട്മെന്റ് കുഴിയെടുക്കുന്ന പണിക്ക് നിന്നു. എന്നിട്ട് ആ പണിക്ക് ഇയാളെ കളയിപ്പിച്ചു. ആ പണി അതിന്റെ കോൺട്രാക്ടറോട് പറഞ്ഞ് ആ പണിയിൽ നിന്ന് അയാളെ അത്രമാത്രം ക്രൂരമായി പെരുമാറിക്കൊണ്ടിരുന്ന ഒരു പാർട്ടിയാണ്. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണല്ലോ നമ്മൾ TP ചന്ദ്രശേഖരൻ പുറത്തായപ്പോൾ കണ്ടത്. TP ചന്ദ്രശേഖരൻ പുറത്തായപ്പോൾ TP ചന്ദ്രശേഖരൻ പാർട്ടിയോട് ഒരു 10-20,000 ആളുകളെ കൂടുകയും കൊഞ്ചിയെത്തും അതുപോലെ തന്നെ വടകര മേഖലയിലും ഒക്കെ വലിയ സ്വാധീനമുണ്ടെന്ന് കാണുകയും ചെയ്തപ്പോൾ നിരന്തരമായ ആക്രമണങ്ങളാണ്. ഞാൻ പറയുന്നത് TP കൊല്ലപ്പെടുന്നത് മാത്രമല്ല, TPയുടെ കൂടെ നിന്ന ആളുകളെല്ലാം നിരന്തരമായി ആക്രമിക്കുന്ന ഒരു പ്രവണതയാണ് പാർട്ടിക്ക് ഉണ്ടായിട്ടുള്ളത്. അത് പാർട്ടി അങ്ങനെ ആക്രമിച്ചാലും കുഴപ്പമില്ല. എന്താ, പാർട്ടിയുടെ അണികളൊക്കെ കൂടെ നിന്നിരുന്നു. ഈവൻ 51 വെട്ടുവെട്ടി TP ചന്ദ്രശേഖരനെ കൊലപ്പെടുത്തിയതിന് ശേഷവും CPM ഇവിടെ നശിച്ചില്ല എന്ന് നിങ്ങളെല്ലാവരും ആലോചിക്കണം. അതിനുശേഷമാണ് സത്യത്തിൽ ചരിത്രത്തിൽ ആദ്യമായി 2016 പിന്നെ 2021 അധികാരത്തിൽ വന്നത്. അപ്പൊ പാർട്ടിയുടെ ഒരു വോട്ട് ബേസ് ഒന്നും ഈ അതിക്രമങ്ങൾ കൊണ്ട് കുറഞ്ഞില്ല. പക്ഷേ അതിനുശേഷം പാർട്ടിക്ക് വലിയ വീഴ്ച ഉണ്ടായി. ആ വീഴ്ചയാണ് ഇപ്പം അയ്യപ്പദാസ് പറഞ്ഞിട്ടുള്ള മനു തോമസിന്റെ കാര്യത്തിൽ കണ്ടത്. മനു തോമസ് P. ജയരാജനെതിരെ അദ്ദേഹത്തിന് കോപ്പി ബിസിനസ് ഉണ്ടെന്നും ആ കോപ്പി ബിസിനസ് ഉപയോഗിച്ച് കോടികളുടെ സമ്പാദ്യം അദ്ദേഹം സാമ്രാജ്യം ഉണ്ടാക്കിയെന്നും ബിസിനസ് സാമ്രാജ്യം ഉണ്ടാക്കിയെന്നും അതിനുവേണ്ടി മകനെയും ഇവരെയും ഗുണ്ടകളെയും ഒക്കെ ഉപയോഗിച്ചു എന്ന് പറയുന്ന വലിയ ആരോപണം ഉണ്ടായി. P. ജയരാജനും മറുപടി പറഞ്ഞില്ല, ഒരു രാഷ്ട്രീയക്കാരനും മറുപടി പറഞ്ഞില്ലെന്ന് മാത്രമല്ല എം വി ജയരാജൻ പറഞ്ഞില്ലെന്ന് മാത്രം പറഞ്ഞാൽ പോരാ. എം വി ജയരാജൻ വന്നിട്ട് പറഞ്ഞ വാചകം എന്താണെന്നറിയാമോ? മനു തോമസ് അങ്ങോട്ട് ഒഴിവായി പോയതാണെന്നാണ്. മനസ്സിലായ? വളരെ സോഫ്റ്റായി ഒഴിവായി പോയതാണെന്നാണ്. എന്ന് പറഞ്ഞാൽ പാർട്ടി ഭയന്നു തുടങ്ങിയിരിക്കുന്നു എന്നുള്ളൊരു ഉദാഹരണമാണ്. തീർച്ചയായിട്ടും. ഇനി ഇതിനു മുമ്പ് പാർട്ടി ഭയന്നൊരു ഉദാഹരണമുണ്ട്. അതെപ്പോഴാണെന്നറിയോ? CPM ചരിത്രത്തിൽ ഇല്ലാത്ത വിധം ഭയന്നു പോയത് സ്വപ്ന സുരേഷ് മുമ്പിലാണ്. സ്വപ്ന സുരേഷ് അതിനിശ്ചിതമായ ആക്രമണമാണ് ശരിക്കും പാർട്ടിക്കെതിരെ നടത്തിയത്. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിണറായി വിജയനെതിരെ കള്ളക്കട, അതുപോലെ തന്നെ ശിവശങ്കറിനെതിരെ, അതുപോലെ പിണറായി വിജയൻ്റെ മകളും ഭാര്യയും അടക്കമുള്ള ആളുകൾക്കെതിരെ പലപ്പോഴും ഞാൻ അവരുടെ വീട്ടിൽ പോയിട്ടുണ്ട്, വേണമെങ്കിൽ CCTV എടുത്ത് പരിശോധിക്കുക എന്നുള്ള വെല്ലുവിളികളടക്കം പല കാര്യങ്ങളും നടത്തി. ഒരാൾ പോലും ഒരു മറുപടിയായിട്ട് പോലും പറഞ്ഞില്ല. ഇനി അത് പോട്ടെ, നമ്മുടെ റെമി മാർട്ടിൻ ശ്രീരാമകൃഷ്ണൻ ഉണ്ടല്ലോ, സ്പീക്കർ മറ്റേ റെമി മാർട്ടിൻ്റെ കുപ്പിയുമായിട്ട് ഇരിക്കുന്ന ഫോട്ടോ പുറത്തേക്ക് വിട്ടു. ഒരു സാമ്പിൾ. സ്വപ്ന സുരേഷ് പറഞ്ഞത് ഇത് ഒരു സാമ്പിളാണ്, ഇനി വേറെ എന്തുണ്ടെന്നാണ് എന്റേതാണ്. ശ്രീരാമകൃഷ്ണൻ കൊച്ചു പിള്ളേരെ പോലെ കൗമാരക്കാരനെ പോലെ പാട്ട് പാടുന്നു, ഇംപ്രസ് ചെയ്യുന്നു, പ്രണയം നടിക്കുന്നു എന്നൊക്കെയാണ് അവരന്ന് പറഞ്ഞത്. ഇനി നമ്മുടെ പ്രിയപ്പെട്ട തോമസ് ഐസക് ആണെങ്കിൽ പിന്നെ ആകെ നിരുപദ്രവകരമായ ഒരു കാര്യം ചെയ്തുള്ളൂ. എന്താണ്, പുള്ളി ഇവര് മൂന്നാർ കണ്ടിട്ടില്ലെങ്കിൽ മൂന്നാർ കാണിക്കാൻ കൊണ്ടാകാം എന്ന് പറഞ്ഞ് വിളിക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. പുള്ളിയുടെ കൂടെയുള്ള ആളുകളൊന്നും മൂന്നാർ കാണിക്കാൻ കൊണ്ടുപോയിട്ടില്ല, അത് വേറെ കാര്യം. പോട്ടെ. പിന്നെ രണ്ടാമത്തത് കടകംപള്ളി സുരേന്ദ്രൻ. പിന്നെ കടകംപള്ളി സുരേന്ദ്രനെ പറഞ്ഞത് വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവനാണ്. പക്ഷെ കടകംപള്ളി ഞാൻ സമ്മതിക്കുന്നു. കാരണം കടകംപള്ളി കൃത്യമായിട്ടുള്ള ഒരു വളരെ ദയവ് പാർട്ടി കാണിച്ചു സ്വപ്ന സുരേഷോട്. കടകംപള്ളി എന്ന് പറഞ്ഞത് സ്വപ്ന സുരേഷ് ഒരുപാട് അനുഭവിച്ച സ്ത്രീയല്ല, അതുകൊണ്ട് ഞാനായിട്ട് അവരെ ദ്രോഹിക്കുന്നില്ല എന്നുള്ളതാണ്. ദ്രോഹിക്കാതിരുന്നത് ബുദ്ധിപരമായ തീരുമാനമാണ്. സത്യത്തിൽ ഞാൻ വേറൊരു വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, ഈ സ്വപ്ന സുരേഷ് അറഞ്ചം പുറഞ്ചം അടിക്കുമായിരുന്നു. ഞാൻ ഈ വാക്ക് കേൾക്കുന്നത് മറ്റേ തരികിട സാബുവിൻ്റെ നിന്നാണ് കേട്ടോ, ഈ അറഞ്ചം പുറഞ്ഞോ എന്നുള്ള വാക്ക് കേൾക്കുന്നത്. അപ്പോൾ അടിക്കായിരുന്നു. പക്ഷെ കമഴ്ന്ന് കിടന്ന് അടികൊള്ളുന്ന ഒരു കാഴ്ച ഞാൻ ആദ്യമായിട്ട് കണ്ടത് CPM-ൻ്റെ അന്നാണ്. അതിനുശേഷം ഇപ്പോൾ മനു തോമസിൻ്റെ കാര്യത്തിലും ഏതാണ്ട് അതേ അവസ്ഥയാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പ്രമോദ് കോട്ടൂളി വന്നിട്ട് ഈ ശ്രീജിത്ത് എന്ന് പറയുന്നത് പണം നഷ്ടപ്പെട്ടു എന്ന് പറയപ്പെടുന്ന ആളുടെ വീടിൻ്റെ മുമ്പിൽ നിന്ന് സമരം നടത്തുകയും ആ സമരം നടത്തുമ്പോൾ വെച്ചിട്ടുള്ള ഒരു പോസ്റ്റർ ഉണ്ട് കയ്യിൽ പിടിച്ചിരുന്നത്. ആ പോസ്റ്റർ എന്താണെന്നറിയാമോ?
ആർക്ക് കൊടുത്തു, എവിടെ വെച്ച് കൊടുത്തു, എപ്പോൾ കൊടുത്തു, എന്ന് കൊടുത്തു ചോദ്യമാണ്. അപ്പോൾ ഇതിനെതിരെ പോലും ഇപ്പോൾ പാർട്ടി വളരെ സോഫ്റ്റ് ആയിരിക്കുന്നു എന്നാണ്. പാർട്ടി ഒരു കാര്യത്തിൽ എനിക്ക് സന്തോഷമുണ്ട്, പാർട്ടിയുടെ മറ്റേ അഹങ്കാരവും ധാർഷ്ട്യവും എന്നൊക്കെ ചർച്ച ചെയ്യുന്ന ഒരു സമയത്താണ് സത്യത്തിൽ സ്വപ്ന സുരേഷോട് കടകംപള്ളി സുരേന്ദ്രൻ വലിയ ദയവ് കാണിക്കുന്നത്, ഇപ്പോൾ സത്യത്തിൽ മനു തോമസിനോട് ദയവ് കാണിക്കുന്നത്, ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പ്രദീപ് കോട്ടൂളിയോടും ദയവ് കാണിക്കുന്നത്. അതിൻ്റെ കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ദയവ് കാണിച്ചില്ലെങ്കിൽ ഇനി ഇവരെല്ലാവരെയും ഇത് നമ്മളിപ്പോൾ എന്തൊക്കെ തന്നെ പറഞ്ഞാലും എല്ലാവരെയും ഒന്നും കൊല്ലലൊന്നും പ്രാക്ടിക്കൽ അല്ലല്ലോ, എല്ലാവരെയും ഒക്കെ ഇല്ലാതാക്കലൊന്നും നടക്കില്ല. പലപ്പോഴും ഈ പാർട്ടികൾക്കും പ്രസ്ഥാനങ്ങൾക്കൊക്കെ അറിയാത്തൊരു കാര്യം എന്താണെന്നറിയോ, ഞാൻ യോജിക്കുന്നില്ല പല കാര്യങ്ങളോടും, പക്ഷെ എങ്കിൽ പോലും ഇപ്പം ജോസഫ് മാഷിൻ്റെ കൈവെട്ടി, ജോസഫ് മാഷിൻ്റെ കൈവെട്ടിയപ്പോൾ കൈവെട്ടിയവർ പ്രതീക്ഷ എന്താണെന്നറിയോ, മുഹമ്മദ് നബിയെക്കുറിച്ച് വളരെ ചെറിയൊരു പരാമർശം, അല്ലെങ്കിൽ നമ്മളിപ്പോൾ അത്ര തീവ്രമായ മോശപ്പെട്ട പരാമർശം ഒന്നും പറയാൻ പറ്റില്ല, പക്ഷേ മുഹമ്മദ് എന്ന് പേര് വെച്ചുകൊണ്ടൊരു പരാമർശം, അതും മുഹമ്മദ് നബിയൊന്നും ഉദ്ദേശിച്ചിട്ടല്ല പാവം ചെയ്ത്. അപ്പോൾ അത്തരത്തിലൊരു ചോദ്യ പേപ്പറിൽ ഒരു കാര്യം വന്നു എന്നുള്ളത് കൊണ്ടിട്ട്, അതും പി ടി കുഞ്ഞു മുഹമ്മദിൻ്റെ കഥയിലെടുത്താണ്, അങ്ങനെ ഒരു കാര്യം വന്നു എന്നുള്ളത് കൊണ്ട് ഇവരിത് കൈവെട്ടിയപ്പോൾ ഒരു പ്രതീക്ഷ എന്താ, ഈ നാട്ടിലെ ബാക്കിയുള്ള ആളുകളെ മുഴുവൻ ഇനി മിണ്ടാതിരിക്കും, പേടിച്ചു പോകുന്നതാണെങ്കിൽ പ്രതീകാത്മകമായിരിക്കും. ഇപ്പൊ സത്യത്തിൽ അയ്യപ്പദാസ് ഒന്ന് എടുത്തു നോക്കണം, ചില സ്ത്രീകളൊക്കെ അടക്കം വന്നിട്ട് എന്തൊക്കെയാണ് പറയുന്നതെന്ന് നമുക്കറിയും. അതായത് നേരത്തെ ശരിക്കും അത് കൈവെട്ടുന്നതിന് മുമ്പ് ഇസ്ലാം മതത്തെക്കുറിച്ചോ മുഹമ്മദ് നബിയെക്കുറിച്ചോ ഒന്നും മോശമായ പരാമർശങ്ങൾ ആരും നടത്താറുണ്ടായിരുന്നില്ല അധികം. പക്ഷെ ഇപ്പൊ നമ്മളൊന്ന് യൂട്യൂബിൽ എടുത്തു നോക്കൂ, എത്രത്തോളം മോശപ്പെട്ട പരാമർശങ്ങളാണ് ചില സ്ത്രീകൾ പോലും വന്നതെന്ന് നടത്തുന്നത്. കാരണം പലപ്പോഴും നമ്മൾ വിചാരിക്കുന്നു ഒരാളെ ഇല്ലാതാക്കിയാൽ അതങ്ങോട്ട് തീരുമെന്നാണെങ്കിൽ അതിനേക്കാൾ വലിയ, നമ്മുടെ ഈ മഹാഭാരതത്തിലാണെന്ന് തോന്നുന്നു ഒരു കഥയുണ്ട്, അതായത് ഓരോ തുള്ളി ചോരയിൽ നിന്നും മറ്റേ ആളുകൾ ഉയർത്തെഴുന്നേൽക്കും എന്ന് പറയുന്ന വരം കൊടുത്തിട്ടുള്ള ആളുകൾ. അപ്പോൾ അതേപോലെ ആയിരക്കണക്കിന് അല്ല ഞാൻ ആ കഥയിലേക്ക് പോകേണ്ടതാണ്, എനിക്കറിയാളാണ് ഞാൻ പറഞ്ഞത്, ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആളുകൾ ഉയർത്തെഴുന്നേൽക്കുകയും വളരെ മോശമായി പല കമന്റുകളും പറയുകയൊക്കെ ചെയ്യുന്ന അവസ്ഥയിലേക്ക് എത്തി. CPM-ന്റെ കാര്യത്തിൽ അതാണ്. ഇപ്പൊ CPM ഒരുപക്ഷെ പല രഹസ്യങ്ങളും പുറത്തു വന്നേക്കും എന്നുള്ളൊരു ഭയം. അത് തന്നെ അതാണ് ഈ പല രഹസ്യങ്ങളും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നേരത്തെ അഴിമതി നടക്കുമ്പോൾ എങ്ങനെയാണ് അഴിമതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സംസ്ഥാന നേതൃത്വത്തിൽ നടക്കും, അല്ലെങ്കിൽ അഖിലേന്ത്യാ നേതൃത്വത്തിൽ നടക്കും. അപ്പോൾ കുഴപ്പമില്ല, കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ അഴിമതി അധികം പേരറിയില്ല. ഇനി ജില്ലാ നേതൃത്വം വരെ നടന്നാലും അധികം പേരറിയില്ല. പക്ഷെ ഇപ്പം അങ്ങനെയല്ല അയ്യപ്പദാസെ, കാരണം ഏരിയ നേതൃത്വത്തിലേക്കും ഏരിയ ബ്രാഞ്ച് കമ്മിറ്റിയിലേക്കും വരെ എത്തിയിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പം ഇടുക്കിയിലോ ആ ഭാഗത്തുള്ള ഒരു ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയോ ബ്രാഞ്ച് സെക്രട്ടറിയോ മണ്ണെടുപ്പ് നടത്തുന്ന ഒരു സ്ഥാപനത്തെയും ആളുകളെയൊക്കെ ഭീഷണിപ്പെടുത്തുന്നത് നമ്മൾ കേട്ടു. അതായത് ഒരു ലോഡിന് 10,000 രൂപ ഞങ്ങൾക്ക് തന്നെ ഒന്ന് തോന്നി, അപ്പം ശബ്ദരേഖ പുറത്തായി. അപ്പം ഇതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ അങ്ങനെ കറപ്റ്റ് ആയിരിക്കുന്നു. അപ്പം അങ്ങനെ കറപ്റ്റ് ആയതുകൊണ്ട് ഈ പാർട്ടി സ്വാഭാവികമായിട്ടും അത്രത്തോളം ഒരു അഴിമതിയുടെ ചങ്ങല വന്നു കഴിഞ്ഞു. ഈ ചങ്ങല വന്നിട്ടുണ്ടെങ്കിലുള്ള കുഴപ്പമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പിന്നെ ആ ചങ്ങലയിൽ ഒരാളെ പിടിച്ച് പുറത്താക്കുകയോ ഉപദ്രവിക്കുകയോ ചെയ്താൽ അവൻ പുറത്തു പറഞ്ഞാൽ ഈ ചങ്ങലക്ക് മുഴുവൻ. ശരിക്കും ഇതൊരു മണ്ടത്തരമായി മാറത്തില്ലേ പ്രമോദ് കോട്ടൂളിയെ പുറത്താക്കിയത്? പല പ്രമുഖരുടെയും പ്രമോദ് കോട്ടൂളിയെ പുറത്താക്കിയത് മണ്ടത്തരമാവും. പേര് പറയുന്നില്ലെന്നേ ഉള്ളൂ, പല പ്രമുഖരും സംസ്ഥാന നേതൃത്വം മന്ത്രി ഉൾപ്പെടെ. അല്ല, അതിൽ ഈ നിങ്ങൾ കുറച്ചുകൂടി സൂക്ഷ്മമായി ഇതിനെ നിരീക്ഷിച്ചാൽ മനസ്സിലാവും. ഈ പ്രമോദ് കോട്ടൂളിയെ പുറത്താക്കിയതിൻ്റെ അന്ന് വൈകുന്നേരം രാത്രി ഒരു ചർച്ച നടക്കുന്നുണ്ട് TV-യിൽ. ആ TV-യിൽ നടന്ന ചർച്ചയിൽ CPM-ന്റെ പ്രതിനിധിയായിട്ട് വന്ന ഒരാൾ പറയുന്നുണ്ട്, ഇനി പ്രദീപ് കോട്ടൂളി ഒന്നും മിണ്ടില്ലെന്നാണ്. പ്രമോദ് കോട്ടൂളി ഒന്നും മിണ്ടില്ലെന്നാണ് പറഞ്ഞത്. അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അതിനകം പ്രമോദ് കോട്ടൂളിയെ പറഞ്ഞ് ഇവര് താൽക്കാലികമായി ഒരു സമരസപ്പെടുത്തിയിട്ടുണ്ടാവും, അതായത് ഒരു യോജിപ്പിലേക്ക് എത്തിയിട്ടുണ്ടാവും. മനസ്സിലായോ? അതുകൊണ്ടാണ് ഈ പറയുന്ന പ്രമോദ് കോട്ടൂളി എന്ന് പറയുന്ന ഒരാൾ ഇനിയൊന്നും മിണ്ടില്ല എന്ന് പറയുന്നത്. ഇനി മിണ്ടിയാൽ നമുക്കറിയാം, പക്ഷെ അദ്ദേഹം അതിനുശേഷം ഇപ്പോൾ ഇവർക്ക് ഇന്റർവ്യൂ ഒക്കെ കൊടുത്തിട്ടുണ്ട്. റജുല എന്ന് പറയുന്ന ഒരു CPM-ന്റെ ലോക്കൽ കമ്മിറ്റി മെമ്പറെ കുറിച്ച് പറയുന്നുണ്ട്. അതുപോലെ ഒരു ജില്ലാ കമ്മിറ്റി മെമ്പറും ഈ ഗൂഢാലോചനയുടെ ഭാഗമാണ് എന്നുള്ളത് അദ്ദേഹം പറയുന്നുണ്ട്. ഒരു കാര്യം നമുക്ക് ഉറപ്പായി, ഈ പ്രമോദ് എന്താണെങ്കിലും പണം മേടിച്ചിട്ടില്ല, കാരണം അല്ലെങ്കിൽ ഇത്ര ധൈര്യത്തോടെ നിൽക്കാൻ കഴിയില്ല. ആ പണം മേടിച്ചിട്ടില്ലെന്ന് പാപ്പ, പിന്നെ ആരാണ് പണം മേടിച്ചത് എന്ന് പറയുന്ന ഒരു പ്രശ്നം അവിടെ ഉണ്ട്. പക്ഷെ എന്തിനാണ് ഈ പ്രമോദ് കോട്ടൂളിയുടെ പേര് തന്നെ അവർ എടുത്തിടുകയും പ്രമോദ് കോട്ടൂളിയെ പുറത്താക്കുകയും ചെയ്തെന്ന് പറയുന്ന ഒരു ചോദ്യമുണ്ട്. വൻ വിഭാഗീയതയുണ്ട്. ആ വിഭാഗീയതകൾ ഇനി CPM-ൽ കുറച്ചുകൂടി മറനീക്കി പുറത്തു വരും. എന്താ കാര്യം എന്ന് വെച്ചാൽ, ഇതിൻ്റെ ഒരു സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള അധികാരം പിണറായി വിജയൻ്റെ കയ്യിലായിരുന്നു. ആ അധികാരം വീക്കൻ ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു.
പിടിവിട്ടു തുടങ്ങി. ആ പിടിവിട്ട് തുടങ്ങുന്നതുകൊണ്ടാണ് തോമസ് ഐസക് ആദ്യം വന്നിട്ട് ഒരു വിമർശനം ഉന്നയിച്ചത്. പിന്നെ എം എ ബേബി വലിയ വിമർശനം ഉന്നയിച്ചത്, അതായത് ആളുകളുമായിട്ടുള്ള ജൈവൽ ബന്ധം നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞത്, പാർട്ടി പൂതലിച്ച അവസ്ഥയിലാണെന്ന് വിജയരാഘവൻ പറയുന്നത്. അപ്പൊ അങ്ങനെ ഓരോരുത്തരായി പറഞ്ഞു വരുന്നു. ജില്ലാ കമ്മിറ്റികളിൽ അതിരൂക്ഷമായിട്ടുള്ള വിമർശനം ഉണ്ടാകുന്നു. അപ്പൊ അതിൻ്റെയൊക്കെ പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് പതുക്കെ പതുക്കെ പിടിവിട്ട് തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ തുടങ്ങിയാൽ ഇനി കൂടുതൽ കഥകളും കൂടുതൽ കാര്യങ്ങളൊക്കെ പുറത്തേക്ക് വരും. പിന്നെ ഇപ്പോൾ ഇനി ഒരു കാര്യം കൂടി പറയാം. ചില വിമർശനങ്ങളിൽ ഒരു വലിയ പ്രശ്നം കൂടിയുണ്ട്. ആ വിമർശനങ്ങൾ പാർട്ടി എത്രത്തോളം നശിച്ചിരിക്കുന്നു എന്നുള്ളൊരു ഉദാഹരണമാണ്. ഉദാഹരണത്തിന് കരമന ഹരി എന്ന് പറയുന്ന ഒരാൾ മുഖ്യമന്ത്രിയെക്കുറിച്ചൊരു വിമർശനം നടത്തി തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി. ഈ വിമർശനത്തിന്റെ പിന്നിൽ 2 ബിസിനസ് ഗ്രൂപ്പുകൾ തമ്മിലുള്ള വൈരമാണ്. അതായത് ഇത് ആർക്കും പാർട്ടിയോട് സ്നേഹമില്ല, പകരം ഞങ്ങളുടെ ജീവിക്കുന്ന വ്യക്തികൾ തമ്മിലുള്ള പ്രശ്നമാണ്. ഏതാണ്ട് ഇതുപോലെ തന്നെയാണ് കോഴിക്കോട്. അതുകൊണ്ട് ഇതിൽ ഒരു വിഭാഗം വളരെ ക്ലീൻ, ഒരു വിഭാഗം തെറ്റ് എന്നുള്ളതൊക്കെ നമ്മുടെ കാര്യമല്ല. 2 വിഭാഗങ്ങളും, അതായത് പാർട്ടിയിലെ എല്ലാ ആളുകളും തന്നെ ഇതുപോലെയുള്ള റിയൽ എസ്റ്റേറ്റ് ബന്ധങ്ങളിലും മാഫിയവൽക്കരണത്തിൻ്റെയൊക്കെ പിടിയിലാക്കപ്പെട്ട് കഴിഞ്ഞു. അപ്പോൾ അവർ തമ്മിലുള്ള ഒരു ശത്രുതയിലാണ് പല കാര്യങ്ങളും ബലിയാടാക്കുന്നത്, പുറത്തേക്ക് വരുന്നത്. ഇപ്പോൾ എൻ്റെ വിശ്വാസം എന്ന് പറഞ്ഞാൽ പ്രമോദ് കോട്ടൂളിയോട് പറഞ്ഞേക്കണത്, തൽക്കാലം നീ പുറത്ത് വെക്കൂ, ഞങ്ങൾ ഉറപ്പായിട്ടും തന്നെ തിരിച്ചെടുക്കാമെന്നാണ്. തിരിച്ചെടുക്കാതിരിക്കാനുള്ള ഒരു സാധ്യതയും അവിടെ ഉണ്ട്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രമോദ് കോട്ടൂളി നേരിടുന്നത് ആ ലോക്കൽ കമ്മിറ്റിയിൽ വലിയ വിഭാഗീയതയാണ്. പ്രമോദ് കോട്ടൂളി ആളുകൾ പുറത്താക്കാൻ വേണ്ടി അവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ടിട്ട് അങ്ങനെ ലോക്കലി വലിയ എതിർപ്പുണ്ടെങ്കിൽ മാത്രമേ ജില്ലാ കമ്മിറ്റിക്ക് അത് എടുക്കാതിരിക്കാനുള്ള ഒരു അവസ്ഥ ഉണ്ടാവുള്ളൂ. പക്ഷേ അതിനെയും CPM മറികടക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതുകൊണ്ടാണ് ഇവരോടൊക്കെ വളരെ മയത്തിൽ വളരെ കൃത്യമായ ഡയലോഗുകൾ ഉണ്ടാവുന്നത്. ഇപ്പൊ പോലും ജില്ലാ കമ്മിറ്റി മെമ്പർ ആരാണെന്ന് പ്രമോദ് കോട്ടൂളി പറഞ്ഞിട്ടില്ല. പക്ഷേ ഒരു കാര്യം പറയാം, രഹസ്യമായി ജില്ലാ കമ്മിറ്റി മെമ്പറും അവർ നടത്തിക്കൊണ്ടിരുന്ന ഡീലും അവിടെ അമർ എന്ന് പറയുന്ന ഒരാളുടെ വാഹനമാണ് ഇളവരക്കരി ഉപയോഗിച്ചിരുന്നതെന്നും, അവിടെ പണ്ട് പാർട്ടി മെമ്പറായിരുന്ന ഒരാൾ പാർട്ടി ജില്ലാ കമ്മിറ്റി ഓഫീസിൽ തന്നെ സ്ഥിരമായി ഇരിപ്പാണെന്നും അദ്ദേഹമാണ് അവിടുത്തെ എല്ലാ തരത്തിലുള്ള പരസ്യങ്ങളുടെയും കോൺട്രാക്ട് എടുക്കുന്നതെന്നും ഒക്കെയുള്ള വലിയ വിമർശനവും അവരുടെ പേരും ഡീറ്റെയിൽസും അഡ്രസ്സും എല്ലാം മാധ്യമങ്ങളുടെ കയ്യിലുണ്ട്. പക്ഷെ മാധ്യമങ്ങളായിട്ട് പറയില്ല, പകരം അതിൻ്റെ അകത്ത് നിന്ന് ആരെങ്കിലും വന്ന് പറഞ്ഞാൽ മാത്രമേ അവർക്ക് പറയാൻ പറ്റൂ. കാരണം ഇപ്പൊ ഞാനടക്കം ഇവിടെ നിന്ന് പറയാത്തതിന്റെ കാര്യം പറഞ്ഞാൽ ഇപ്പോൾ നാളെ പേര് പോലും പലരും പറഞ്ഞില്ല. അല്ല, പേര് പറഞ്ഞാൽ അതിൻ്റെ ഒരു ഡിഫമേഷൻ കേസ് വന്നാൽ നമുക്ക് തെളിയിക്കാൻ പറ്റില്ല. മനസ്സിലായോ? അവരുടെ ഭാര്യയുടെ പേരിലോ ചിലപ്പോൾ കുഞ്ഞമ്മയുടെ പേരിലോ ഒക്കെ ആയിരിക്കും ഈ പ്രസ്ഥാനങ്ങളൊക്കെ നടത്തിക്കൊണ്ട് പോകുന്നത്. മനസ്സിലായോ? പല പാർക്കിംഗ് പിരിവുകളും പല കോർപ്പറേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ തരത്തിലുള്ള കോൺട്രാക്റ്റുകളും ഒക്കെ ലഭിക്കുന്നത് പലപ്പോഴും അവർക്ക് വേണ്ടപ്പെട്ട ആളുകൾക്ക് തന്നെയാണ്. ഒരു ചെറിയ ഉദാഹരണം മാത്രമേ ഞാൻ പറയാം. ഈ കൊച്ചിൻ കോർപ്പറേഷനിൽ ഈ പാർക്ക് നവീകരിച്ചത് എത്ര രൂപക്കാണെന്നറിയോ? 6 കോടി രൂപക്കാണ്. അപ്പം ഇതെല്ലാം പല കാര്യങ്ങളും ടെൻഡർ വിളിക്കാതെ ആളുകൾക്ക് വളരെ ഈസിയായി കൊടുക്കുകയാണ്. ഞാൻ പറഞ്ഞ ഈ കോർപ്പറേഷൻ ടെൻഡർ വിളിച്ചിട്ടായിരിക്കും, പക്ഷെ മറ്റു പല സ്ഥാപനങ്ങളിലും അങ്ങനെ അവരുടെ തന്നെ ആൾക്കാർക്ക് കൊടുക്കും. അതെന്താ വെച്ചാൽ ഇത് അഴിമതിയുടെ കൂത്തരങ്ങാണ്. ഈ അഴിമതി പണം പങ്കിടുന്നതിലുള്ള വിഭാഗീയതയാണ് ഇതിന്റെ പുറകിൽ. കൊതിക്കറിവെന്ന് വേണമെങ്കിൽ പറയാം. അതാണ് തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയിൽ നടന്നത്. ഞാനിപ്പോ മോഹന മാസ്റ്ററെ കണ്ട ഒരു തവണ ഇന്റർവ്യൂ എടുത്തതാണ്. ഞാൻ അവിടെ 2 ദിവസത്തോളം അവിടെ പാർട്ടി ഓഫീസിൽ പല കാര്യങ്ങൾക്കും 1-2 കാര്യങ്ങൾക്ക് ഇന്റർവ്യൂ എടുക്കുന്നതിന് വേണ്ടി പോയ ഒരാളാണ്. എനിക്ക് ഇതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ അറിയാമായിപ്പോൾ. പക്ഷെ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ബോധ്യമുള്ള കാര്യങ്ങൾ പോലും നമുക്ക് തെളിയിക്കാനാകാത്തത് പറഞ്ഞാൽ പ്രശ്നമാണ് എന്നുള്ളത് കൊണ്ടാണ് നമ്മളത് പറയാത്തത്. പിന്നെ കൂടാതെ ഇതിലെ കോഴിക്കോട് തന്നെ മെയിൻ കഥാപാത്രമായിട്ടുള്ള ചെറുപ്പക്കാരനായ മന്ത്രി തന്നെ നിരന്തരം വേട്ടയാടുകയാണ് എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. നിരന്തരം വേട്ടയാടുകയാണ് ഞാൻ അതിൽ. അല്ല, അത് വളരെ കൃത്യമായ ഇവിടെ 2 വിഭാഗങ്ങളുണ്ട്. ഒന്ന് മന്ത്രി വസീഫ് അതുപോലെയുള്ള ആളുകൾ ഒരു വിങ്ങായി നിൽക്കുന്നു. മറ്റത് ഇപ്പോൾ കേളമന കരീമിൻ്റെ നേതൃത്വത്തിൽ മറ്റൊരു വലിയ വിങ്ങായി നിൽക്കുന്നു. ഇതിൽ താരതമ്യേന കുറച്ചുകൂടി നല്ല ആളുകൾ എന്ന് പറയുന്നത് നമ്മുടെ മുഹമ്മദ് റിയാസ് ആയിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം ഇളവര കരീമോ അല്ലെങ്കിൽ മറ്റു പല ആളുകളൊക്കെ ഇതിനേക്കാൾ മുമ്പേ തന്നെ പല ഇൻട്രസ്റ്റുകളും താല്പര്യങ്ങളും ഒക്കെ ഉള്ള ആളുകളാണ്. അവരൊരുപാട് അവരുടെയൊക്കെ ജീവിതത്തിലേക്ക് വേണ്ടി വലിയ വിഭവ സമാഹരണം നടത്തിയിട്ടുള്ള ആളുകളാണ്. അവർ സഞ്ചരിക്കുന്നത് ബിസിനസ് ക്ലാസ്സുകളിലാണ്. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണ ഇപ്പോൾ നമ്മൾ ഇവിടെ നിന്നൊരു സാധാരണ ഇവിടെ നിന്ന് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഒരു 60,000 രൂപ ടിക്കറ്റിനുണ്ട് എങ്കിൽ നമ്മൾ ബിസിനസ് ക്ലാസ്സിൽ സഞ്ചരിച്ചിട്ടുണ്ടെങ്കിൽ മിനിമം ഒരു 2 ലക്ഷം രൂപ വരും. അപ്പോൾ ആ 2 ലക്ഷം രൂപയുടെ ബിസിനസ് ക്ലാസ്സുകളിൽ പല യാത്രകളും വിദേശത്തേക്കൊക്കെ ചെയ്യുന്ന ആളുകളാണ്. തൊഴിലാളി യൂണിയൻ നേതാവാണ്. അത് പിന്നെ വിമാനത്തിൽ നിന്ന് ഇറങ്ങിയിട്ടല്ലേ മൈക്കിന് മുമ്പിൽ നിന്ന് പ്രസംഗിക്കേണ്ട കാര്യമുള്ളൂ. അന്നേരം തൊഴിലാളി യൂണിയൻ നേതാവാണ്. പാവപ്പെട്ടവരുടെയും ബീഡി തെറുപ്പുകാരുടെയും തോട്ടം തൊഴിലാളികളുടെയൊക്കെ പ്രതിനിധികളാണ്. പക്ഷേ കാര്യത്തോടെടുക്കുമ്പോൾ ഇവരൊക്കെ അങ്ങനെയാണ്. നമ്മൾ ചർച്ച ക്ലോസ് ചെയ്ത് വരുമ്പോൾ ഇതിന് ഒരൊറ്റ വാചകത്തിൽ അല്ലെങ്കിൽ ഒറ്റ ഇതിൽ നമുക്ക് പറയാം,
പിണറായിയുടെ പിടി അയയുകയാണ്. പിണറായിയുടെ പിടി അയയുകയാണ്. CPM-ന്റെ സംഘടനാ ബലത്തിന്റെ ദൗർബല്യം പുറത്തേക്ക് വരികയാണ്. അങ്ങനെ ദൗർബല്യം പുറത്തേക്ക് വരുന്നത് കൊണ്ടാണ് CPM ഇവരെ പേടിച്ച് ഭയന്ന് ഓടുന്നത്. ഇപ്പോൾ CPM ഭയക്കുന്നത്. CPM ഭയക്കുന്നത്.